ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള PSC ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 35 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രീഷ്യൻ എക്സാം നവംബർ 21 ആണ്, അതുപോലെ ലൈൻമാൻ്റെ എക്സാം ഡിസംബർ 16 ആണ്. ഇതിൻ്റെയൊക്കെ ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ ഡെയിലി നമ്മുടെ അക്കാഡമിയിൽ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് 3 ക്ലാസ്സസ് ഉണ്ട്. രാവിലെ 10:30-ക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 3 മണിക്കും രാത്രി 8 മണിക്കും 3 ക്ലാസ് ലൈവാണ്. അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡയറക്റ്റ് നമ്മുടെ അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ലിങ്കിൽ ഡയറക്റ്റ് ജോയിൻ ആവാം. അതോടൊപ്പം തന്നെ അക്കാഡമിയിലെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. മിഷൻ LDC 2021 35 ഡേയുടെ റിവിഷൻ ബാച്ച് കോഴ്സ് ഫോർ LDC മെയിൻ എക്സാം 14 ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ്സസ് എടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആരംഭം 150 ഡേയുടെ ഫൗണ്ടേഷൻ ബാച്ച് ഫോർ 10th ലെവൽ എക്സാം LDC LGS വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ബിഗിനേഴ്സ് ബാച്ചാണ്. 13 ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. അതുപോലെ തന്നെ ജേതാവ് 60 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ LD ടൈപ്പിസ്റ്റ് എക്സാം 10th ലെവൽ 6th ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. അതുപോലെ തന്നെ 50 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ LGS 10th ലെവൽ ബാച്ച് 7th ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. പ്രയാണം 75 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ റിസർച്ച് ഓഫീസർ എക്സാം, അതുപോലെ ദിശ ഡിഫറെൻറ്റ് ബാച്ചസ് റണ്ണിങ് ആണ്. ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഓൾ ഫ്രൈഡേ ടെസ്റ്റ് സീരീസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് ഉണ്ട്. LDC LGS ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് 22, 29 ഒക്ടോബർ 10 PM to 10:30 PM ആണ് അതിൻ്റെ ടെസ്റ്റ് ഉള്ളത്. അതുപോലെ ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ് ഉണ്ട്. ഓൾ കേരള അൾട്ടിമേറ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് 4 ഡിഗ്രി ലെവൽ ആൻഡ് സെക്കൻഡ് അസിസ്റ്റൻറ്റ് എക്സാം 100 ക്വസ്റ്റ്യൻസ് ഇൻ 75 minutes ആണ്. 2 മണി മുതൽ 3:15 വരെയാണ്. അതിന് ഇനി 21 ഒക്ടോബർ ആണ് അടുത്തിനി അതിൻ്റെ എക്സാം വരുന്നത്. പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും ആയിരിക്കും. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ ഓരോ മന്ത്ലി ഫീസിൽ നിന്നും 10% ഓഫ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അക്കാഡമിയിലെ ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. ഇന്നത്തെ നമുക്കൊരു 20 ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മളൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കിയാണ്. ഓക്കെ, 1 മൈക്രോൺ ഈസ് ഈക്വൽ ടു 0.1 മില്ലിമീറ്റർ ആണോ, 0.01 മില്ലിമീറ്റർ ആണോ, 0.001 ആണോ, 0.0001 മില്ലിമീറ്റർ ആണോ? ഏതായിരിക്കും 1 മൈക്രോൺ എന്ന് പറയുന്നത്? 1 മൈക്രോൺ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ സി 0.001 മില്ലിമീറ്റർ. ഓക്കെ, അടുത്ത 51ാമത്തെ ക്വസ്റ്റ്യൻ. ഈ വാട്ടർ ഹീറ്റർ സ്വിച്ച്ഡ് ഓൺ ടു 230 വോൾട്ട് 50 Hz. വാട്ട് വിൽ ബി ദ ഫ്രീക്വൻസി ഓഫ് പവർ കൺസ്യൂംഡ്? ഒരു വാട്ടർ ഹീറ്റർ ഉണ്ട്, സ്വിച്ച്ഡ് ഓൺ ടു 230 വോൾട്ട് 50 Hz. അങ്ങനെ വാട്ട് വിൽ ബി ദ ഫ്രീക്വൻസി ഓഫ് പവർ കൺസ്യൂംഡ്? എന്തായിരിക്കും ഫ്രീക്വൻസി? 0 Hz ആണോ, 50 Hz ആണോ, 100 Hz ആണോ, 150 Hz ആണോ? എത്രയാണ്? ഇറ്റ് ഇസ് 50 Hz. അടുത്ത ക്വസ്റ്റ്യൻ. ലീഡിംഗ് പവർ ഫാക്ടർ ഇംപ്ലൈസ് ദാറ്റ്. എന്താണ് ലീഡിംഗ് പവർ ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്? കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുകയാണോ, അതോ വോൾട്ടേജ് ലീഡ് ദി വോൾട്ടേജ് തന്നെയാണോ, കറണ്ട് ലാഗ് ദി വോൾട്ടേജ് ആണോ? ഇതാണ് ലീഡിംഗ് പവർ ഫാക്ടർ. ലീഡ് എന്ന് വെച്ചാൽ എന്താണ്? ലീഡിംഗ് ആകുമ്പോൾ എന്തായിരിക്കും? കറണ്ട് ലീഡ്സ് ദി വോൾട്ടേജ് ആയിരിക്കും. അടുത്ത 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് റെസനൻസ് കണ്ടീഷനിൽ എന്തായിരിക്കും വരുന്നത്? റിയാക്റ്റീവ് പവർ കൂടുതലാണോ, ആക്റ്റീവ് പവർ കൂടുതലാണോ? ഏതായിരിക്കും? ഇറ്റ് ഇസ് ആക്റ്റീവ് പവർ കൂടുതലായിരിക്കും റെസനൻസ് കണ്ടീഷനിൽ. അടുത്ത 54ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ടു DC മോട്ടോഴ്സ് ആണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ. ദ പോൾ ഷൂ ഓഫ് എ DC ജനറേറ്റർ ഈസ് ലാമിനേറ്റഡ് ഫോർ ദി പർപ്പസ് ഓഫ്. പോൾ ഷൂ, DC ജനറേറ്ററിൻ്റെ പോൾ ഷൂ ലാമിനേറ്റ് ചെയ്യാൻ ഫോർ ദ പർപ്പസ് ഓഫ് എന്തായിരിക്കും? ഫോർ ഡിക്രീസിങ് എഡ്ഡി കറണ്ട് ലോസ്. 56ാമത്തെ ക്വസ്റ്റ്യൻ. ലാപ്പ് വൈൻഡിങ് ഈസ് മോസ്റ്റ്ലി സ്യൂട്ടഡ് ഫോർ. ലാപ്പ് വൈൻഡിങ് ഈസ് മോസ്റ്റ്ലി സ്യൂട്ടഡ് ഫോർ എന്താണ്? ലാപ്പ് ലോ വോൾട്ടേജ് ഹൈ കറണ്ട് മെഷീൻസിലാണ് ലാപ്പ് വൈൻഡിങ്. അടുത്ത 57ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആർമേച്ചർ MMF വേവ് ഇൻ DC ജനറേറ്റർ ഈസ് സൈനസോഡൽ, റെക്ടാംഗുലർ, ട്രയാംഗുലർ, സ്ക്വയർ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ട്രയാംഗുലർ. അടുത്ത 58ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്റർപോൾസ് ആർ യൂസ്ഫുൾ ഇൻ DC മെഷീൻ ടു ഡാഷ്. DC മെഷീൻസിൽ ഇന്റർപോൾസ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ടു ന്യൂട്രലൈസ് ദി ക്രോസ് മാഗ്നറ്റൈസിങ് കോമ്പണന്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ 59ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടെർമിനൽ വോൾട്ടേജ് ഓഫ് എ DC സീരീസ് ജനറേറ്റർ റണ്ണിങ് അറ്റ് റേറ്റഡ് RPM അറ്റ് നോ ലോഡ് വിൽ ബി. ടെർമിനൽ വോൾട്ടേജ് ആണ് വെച്ചിട്ടുള്ളത്. DC സീരീസ് ജനറേറ്ററാണ്, റേറ്റഡ് RPMത്തിൽ റൺ ചെയ്യുകയാണ്, അറ്റ് നോ ലോഡ് ആണെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് എന്തായിരിക്കും? 0 ആണോ, മോർ ദാൻ റേറ്റഡ് വോൾട്ടേജ് ആണോ, വെരി സ്മോൾ വോൾട്ടേജ് ആണോ, റേറ്റഡ് വോൾട്ടേജ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി വെരി സ്മോൾ വോൾട്ടേജ് ആയിരിക്കും.
60th question, the reading of the voltmeter connected across the output terminals of the generator running at a rated speed remains steady from no load to full load. If so, the generator is okay. നമ്മുടെ വോൾട്ട്മീറ്ററിൻ്റെ റീഡിംഗ് ആണ്. നമ്മളൊരു ജനറേറ്ററിന് അക്രോസ് ഔട്ട്പുട്ട് ടെർമിനൽസ് അക്രോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. റേറ്റഡ് സ്പീഡിൽ റൺ ചെയ്യുകയാണ്. അതെന്താണ്? സ്റ്റഡിയാണ്. ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ് ആണ്. റിമീൻ സ്റ്റഡി ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ്. അങ്ങനെയാണ് അത് ഏത് ജനറേറ്റർ ആയിരിക്കും? ഷണ്ടാണോ, അതുപോലെ സീരീസ് ആണോ, ലെവൽ കോമ്പൗണ്ട് ആണോ, ക്യുമുലേറ്റീവ് ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ലെവൽ കോമ്പൗണ്ട് ജനറേറ്റർ ആണ്. അടുത്ത 61th ക്വസ്റ്റ്യൻ, വൈ തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ് ഫോർ സീരീസ് ഫീൽഡ് വൈൻഡിങ് ദാൻ ഷണ്ട് ഫീൽഡ്. സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിൽ നമ്മൾ എന്താണ് തിക്ക് വയേഴ്സ്, വൈ തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ് ഫോർ സീരീസ് ഫീൽഡ് വൈൻഡിങ് ദാൻ ഷണ്ട് ഫീൽഡ്. എന്തായിരിക്കും തിക്ക് വയേഴ്സ് യൂസ് ചെയ്യാൻ കാരണം? ടു ക്യാരി പ്രോപ്പർ ലോഡ് കറണ്ട് ക്യാരി ചെയ്യാൻ വേണ്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ഫീൽഡ് സർക്യൂട്ട് ഓഫ് എ DC ഷണ്ട് മോട്ടർ ഈസ് ഓപ്പൺ സർക്യൂട്ടഡ് ഡ്യൂറിങ് ഇറ്റ്സ് നോർമൽ ഓപ്പറേഷൻ. എന്ത് പറ്റും? DC ഷണ്ട് മോട്ടറിന് ഫീൽഡ് സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ടായി. എന്നാൽ എന്ത് പറ്റും? നോർമൽ ഓപ്പറേഷൻ സമയത്ത് എന്ത് പറ്റും? സ്പീഡ് കംസ് ഡൗൺ ആൻഡ് ഇവൻച്വലി മോട്ടർ സ്റ്റോപ്സ് ആണോ? സ്പീഡ് ഡേഞ്ചറസ് ആയിട്ട് ഇൻക്രീസ് ആവുകയാണോ? സ്പീഡ് റിമെയിൻ അൺചേഞ്ച്ഡ് ആണോ? സ്പീഡ് ഫ്ലക്ച്വേറ്റ്സ് അറൗണ്ട് ദി ഒറിജിനൽ സ്പീഡാണോ? ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, സ്പീഡ് ഇൻക്രീസസ് ഡേഞ്ചറസ്ലി ആണ്. അടുത്ത 63th ക്വസ്റ്റ്യൻ, ദ മോട്ടർ സ്യൂട്ടബിൾ ഫോർ ലിഫ്റ്റ് ഈസ്. ലിഫ്റ്റിൽ ഉപയോഗിക്കുന്ന മോട്ടർ ഏതാണ്? സീരീസ് മോട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ 64th ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്പീഡ് ബിയോണ്ട് ദി റേറ്റഡ് സ്പീഡ് ഫോർ എ ഷണ്ട് മോട്ടർ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ. Okay, the speed beyond the rated speed for a shunt motor can be achieved by increasing excitation ആണോ, reducing excitation ആണോ, increasing armature current ആണോ, reducing armature current ആണോ? ഇതായിരിക്കും ബൈ ഓപ്ഷൻ ബി ആണ്, ബൈ റെഡ്യൂസിങ് എക്സൈറ്റേഷൻ ആയിരിക്കും. 65th ക്വസ്റ്റ്യൻ, ദ പ്രൈമറി വൈൻഡിങ് ഓഫ് ദി ട്രാൻസ്ഫോമർ ഈസ്. പ്രൈമറി വൈൻഡിങ് ഓഫ് ദി ട്രാൻസ്ഫോമർ ഈസ് ഓൾവേസ് ലോ വോൾട്ടേജ് വൈൻഡിങ് ആണോ, ഓൾവേസ് ഹൈ വോൾട്ടേജ് വൈൻഡിങ് ആണോ, കണക്ട് ടു ദ സപ്ലൈ മെയിൻ ആണോ, കണക്ട് ടു ലോഡ് ആണോ? ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, കണക്ട് ടു സപ്ലൈ മെയിൻസ് ആണ്. Primary flux of a transformer induces. The primary flux of a transformer induces EMF in the primary only, EMF in the secondary only, EMF in the core only, EMF both in primary and secondary. ഇതിലായിരിക്കും ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്, EMF both in primary and secondary. അടുത്ത 67th ക്വസ്റ്റ്യൻ, കപ്ലിംഗ് കോയിഫിഷ്യൻ്റ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് യൂണിറ്റി വെൻ. ഇപ്പോഴായിരിക്കും കപ്ലിംഗ് കോയിഫിഷ്യൻ്റ് യൂണിറ്റി ആവുന്നത് വെൻ ലീക്കേജ് ഫ്ലക്സ് 0 ആവുന്ന കേസിൽ. ട്രാൻസ്ഫോമർ ഓഫേഴ്സ് മാക്സിമം എഫിഷ്യൻസി. ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും എന്തായിരിക്കും? വേരിയബിൾ ലോസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ലോസ്. 69th ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഇലക്ട്രിക്കൽ അപ്പാരറ്റസ് ഈസ് ട്രാൻസ്ഫോമർ ബിക്കോസ്. ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ അപ്പാരറ്റസ് ട്രാൻസ്ഫോമർ ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ് അല്ലേ. അതിന് മൂവിങ് പാർട്സ് റൊട്ടേറ്റിംഗ് പാർട്സ് എന്നുള്ള ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൗണ്ട് റോട്ടർ ഇൻഡക്ഷൻ മോട്ടർ ഈസ് യൂസ്ഫുൾ ഫോർ. വൗണ്ട് റോട്ടർ ഇൻഡക്ഷൻ മോട്ടർ ഈസ് യൂസ്ഫുൾ ഫോർ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആപ്ലിക്കേഷൻസിലാണ് വൗണ്ട് റോട്ടർ ഇൻഡക്ഷൻ മോട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ പഠിക്കുക. ഓക്കെ, ബാക്കി നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള 34 വരെയുള്ള ക്ലാസ്സസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങളതും കണ്ടു നോക്കുക. ഓക്കെ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്